ഹായ് ഫ്രണ്ട്സ്, ഞാൻ നൗഷാദ്. എൻ്റെ സിനി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായും കണ്ടിരിക്കേണ്ട കമൽഹാസൻ്റെ 5 മികച്ച ചിത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറന്നു പോകല്ലേ. കമൽഹാസൻ എന്ന താരം ലോക സിനിമയിൽ തന്നെ ഒരു അത്ഭുത പ്രതിഭാസമാണ്. 1960-ൽ അഭിനയം തുടങ്ങി ഇന്നും 66 വർഷത്തോളമായി സിനിമയിൽ നിൽക്കുന്നൊരു നടൻ. അങ്ങനെ ഒരു താരം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. കളത്തൂർ കണ്ണമ്മ എന്ന ജെമിനി ഗണേശൻ ചിത്രത്തിലും കണ്ണും കരളും എന്ന സത്യൻ ചിത്രത്തിലും ആനന്ദജ്യോതി എന്ന MGR ചിത്രത്തിലും ബാലതാരമായി അഭിനയം കുറിച്ച കമൽഹാസൻ പിന്നീട് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലുമെല്ലാം നിരവധി ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചു. ദേശീയ അവാർഡുകളും മറ്റ് നിരവധി പുരസ്കാരങ്ങളും വാങ്ങിക്കൂട്ടിയ അദ്ദേഹം സകലകലാവല്ലഭൻ എന്ന വിശേഷണത്തിന് തികച്ചും അർഹനാണ്. ഭരതനാട്യവും മറ്റ് ശാസ്ത്രീയ ഡാൻസുകളെല്ലാം അഭ്യസിച്ച അദ്ദേഹം നൃത്തരംഗങ്ങളും ഗാനരംഗങ്ങളും ഫൈറ്റിങ്ങുകളെല്ലാം വളരെ മനോഹരമായി അവതരിപ്പിക്കാറുണ്ട്. ഗായകൻ, നിർമ്മാതാവ്, സംവിധായകൻ, നടൻ എന്നീ എല്ലാ മേഖലകളിലും നിറഞ്ഞിരുന്ന അദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ അപൂർവ സ്വത്താണ്. ഇന്ത്യൻ, ഔവൈ ഷൺമുഖി, അപൂർവ സഹോദരങ്ങൾ, ദശാവതാരം, ആളവന്താൻ, ഇന്ദ്രൻ ചന്ദ്രൻ എന്നീ ചിത്രങ്ങളിൽ വ്യത്യസ്ത വേഷങ്ങളിൽ അദ്ദേഹം കൈകാര്യം ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ മികച്ച 5 മലയാള ചിത്രത്തെക്കുറിച്ച് നോക്കാം. 1978-ൽ IV ശശി കമൽഹാസനെ നായകനാക്കി സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് ഈറ്റ. സൂപ്പർ ഹിറ്റായ ഈ ചിത്രത്തിൽ കമൽഹാസൻ്റെ നായികയായി ഷീലയും സീമയുമാണ് അഭിനയിച്ചിട്ടുള്ളത്. കാട്ടിൽ പോയി ഈറ്റ വെട്ടി ജീവിക്കുന്ന ഒരു പറ്റം കുടുംബങ്ങളുടെ കഥ പറയുന്ന ഈ ചിത്രത്തിൽ സോമൻ ഒരു മികച്ച വില്ലൻ വേഷമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. കമൽഹാസൻ്റെ അച്ഛനായി അഭിനയിച്ച മധുവും ചിത്രത്തിൽ ഒരു നായകതുല്യമായ കഥാപാത്രത്തെയാണ് അഭിനയിച്ചിട്ടുള്ളത്. മുറുക്കി ചുവന്നതോ മാരൻ മുത്തി ചുവപ്പിച്ചതോ, മുറ്റത്തെ പൂവേ മുക്കുത്തിപ്പൂവേ, യൂസഫ് അലി കേച്ചേരി, ദേവരാജൻ മാസ്റ്റർ ടീമിലെ മികച്ച ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. അതുപോലെ തന്നെ മലയാറ്റൂർ മലഞ്ചെരുവിലെ പൊന്മാനെ, ഓടി വിളയാടിവ തുടങ്ങിയ ഗാനങ്ങളും ചിത്രത്തിലുണ്ട്. ജോസ് പ്രകാശ്, കുതിരവട്ടം പപ്പു, ജനാർദ്ദനൻ, ശങ്കരാടി തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. അക്കാലത്ത് പ്രേക്ഷകർ തിയേറ്ററിൽ പോയി വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിച്ച ഒരു ചിത്രമായിരുന്നു ഈറ്റ. ഒരു കാലത്ത് മലയാളത്തിലെയും തമിഴിലെയും പ്രേക്ഷകർക്ക് രോമാഞ്ചമായിരുന്ന താരജോഡികളായ കമൽഹാസനും ശ്രീദേവിയും അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് പ്രണയ ചിത്രമാണ് പ്രേമാഭിഷേകം. നിർമ്മാതാവും നടനും മോഹൻലാലിൻ്റെ ഭാര്യാപിതാവുമായ K. ബാലാജി നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് R. കൃഷ്ണമൂർത്തിയാണ്. തമിഴിൽ വായ്വേ മായം എന്ന പേരിലും മലയാളത്തിൽ പ്രേമാഭിഷേകം എന്ന പേരിലും നിർമ്മിച്ച ഈ ചിത്രം വൻ ഹിറ്റായി മാറി. നാഗേശ്വര റാവു അഭിനയിച്ച തെലുങ്ക് ചിത്രമായ പ്രേമാഭിഷേകം എന്ന ചിത്രത്തിൻ്റെ റീമേക്കാണ് ഈ ചിത്രം. ചിത്രത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ അസാധ്യ അഭിനയമാണ് കമൽഹാസൻ കാഴ്ചവെച്ചിട്ടുള്ളത്. ചിത്രത്തിൽ ശ്രീദേവിയെ കൂടാതെ അംബികയും ശ്രീപ്രിയയും 2 പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ജയശങ്കർ, പ്രതാപ് പോത്തൻ, PK അബ്രഹാം, K. ബാലാജി, സുകുമാരി, മനോരമ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. യേശുദാസ്, P. ജയചന്ദ്രൻ തുടങ്ങിയ മികച്ച ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. സംഗീതം ഗംഗൈ അമരൻ. ആയിരത്തി 1989-ൽ പുതുമുഖ സംവിധായകൻ TK രാജീവ് കുമാർ കമൽഹാസൻ, ജയറാം, തിലകൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് ചാണക്യൻ. മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്തോ കാരണം പറഞ്ഞ് ഒഴിവാക്കിയ ഈ ചിത്രം വൻ സൂപ്പർ ഹിറ്റായി മാറി. മിമിക്രി ആർട്ടിസ്റ്റ് ജയറാം എന്ന കഥാപാത്രത്തെയാണ് ജയറാം ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ചിത്രത്തിലെ പ്രധാന വില്ലൻ കഥാപാത്രമായ മുഖ്യമന്ത്രി മാധവ മേനോൻ എന്ന കഥാപാത്രത്തെയാണ് തിലകൻ അഭിനയിച്ചിട്ടുള്ളത്. തൻ്റെ കുടുംബം തകർത്ത മുഖ്യമന്ത്രി മാധവ മേനോനോട് ജയറാമിൻ്റെ ശബ്ദാനുകരണവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് വളരെ വ്യത്യസ്തമായി പ്രതികാരം ചെയ്യുന്ന ജോൺസൺ എന്ന കഥാപാത്രത്തെയാണ് കമൽഹാസൻ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. കമൽഹാസൻ്റെ നായികയും മുഖ്യമന്ത്രിയുടെ മകളുമായി ഊർമിളയും ജയറാമിൻ്റെ കാമുകിയായി സിതാരയുമാണ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ചിത്രത്തിൽ IG ആയി മധുവും ചിത്രത്തിലെ മറ്റൊരു വില്ലൻ കഥാപാത്രമായ DYSP സോമൻ എന്ന കഥാപാത്രത്തെ PC ജോർജും വളരെ മനോഹരമായി അവതരിപ്പിച്ചു. ജഗദീഷ്, സബിത, ജഗന്നാഥൻ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. വളരെ വ്യത്യസ്തമായ ഈ ഗംഭീര ചിത്രം നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്. കമൽഹാസൻ്റെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മികച്ച സസ്പെൻസ് ചിത്രമാണ് വയനാടൻ തമ്പാൻ.
1978 പ്രശസ്ത സംവിധായകൻ എ. വിൻസെൻ്റാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. ദുർമന്ത്രവാദവും കുരുതിയും എല്ലാം നിറഞ്ഞ വളരെ ആകാംക്ഷയോടെ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണിത്. ഏതോ ഒരു അദൃശ്യ ശക്തിക്ക് അടിമപ്പെട്ട് സുന്ദരികളായ സ്ത്രീകളെ വശീകരിച്ച് വിവാഹം ചെയ്ത് കുരുതി കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ് കമൽഹാസൻ്റേത്. തമിഴിലെ പ്രശസ്ത നടി ലത, ശോഭ, മീര, ചന്ദ്രലേഖ തുടങ്ങിയവരാണ് ചിത്രത്തിലെ നായികമാർ. ശോഭയുടെ അമ്മ പ്രേമ, ബാലൻ കെ നായർ, നിലമ്പൂർ ബാലൻ, ജനാർദ്ദനൻ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. ഒട്ടും ബോറടിക്കാതെ കാണാൻ പറ്റിയ ഈ ചിത്രം യൂട്യൂബിൽ ലഭ്യമാണ്. തീർച്ചയായും കണ്ടിരിക്കേണ്ട കമൽഹാസൻ്റെ ഒരു മികച്ച സൂപ്പർ ഹിറ്റ് ചിത്രമാണ് സാഗരസംഗമം. നിരവധി ഭാഷകളിൽ നിർമ്മിച്ച ഈ ചിത്രം ക്ലാസിക്കൽ സംഗീതത്തിനും ഭരതനാട്യത്തിനും സ്നേഹബന്ധങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുത്ത ഒരു സിനിമയായിരുന്നു. ഗായകൻ എസ്. പി. ബാലസുബ്രഹ്മണ്യത്തിനും സംഗീത സംവിധായകൻ ഇളയരാജയ്ക്കും ദേശീയ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഫിലിം ഫെയർ അവാർഡ് തുടങ്ങി മറ്റു നിരവധി അവാർഡുകളും ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ ഡാൻസറാവാനുള്ള മോഹവും പ്രണയവും കരിഞ്ഞു പോകുന്ന ചിത്രത്തിലെ നായകനായ കമൽഹാസൻ്റെ യൗവനവും വാർദ്ധക്യവുമാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. മികച്ച അഭിനയം കാഴ്ചവെച്ച കമൽഹാസൻ്റെ നായികയായി ജയപ്രദയും സുഹൃത്തായി ശരത് ബാബുവും അസാധ്യ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കെ. വിശ്വനാഥൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഗീത, മോഹൻ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. ഓക്കെ ഫ്രണ്ട്സ്, കമൽഹാസനും ജയനും ഒന്നിച്ചഭിനയിച്ച 5 മികച്ച മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാണുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.